ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജൂനിയർ അക്കൗണ്ടന്റ് 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നടക്കുകയാണല്ലോ. അപ്പം നമ്മൾ PYQ ഡിസ്കഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള PYQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡേ 5 വരെയുള്ള PYQ ഡിസ്കഷൻ ആയിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അവസാന പാർട്ടാണ്. ഇനി ബാക്കി ഡേയ്സ് നമ്മൾ ടോപ്പിക്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും PYQ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരിക. സോ ഇതുവരെ കാണാത്തവര് പാർട്ട് 1 to 4 കാണാത്തവര് എന്തായാലും കാണുക. ഞാൻ അതിന്റെ പ്ലേലിസ്റ്റ് മെൻഷൻ ചെയ്തേക്കാം. എല്ലാവരും കാണുക. കേട്ടല്ലോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 25/2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഇൻകറക്റ്റ്? നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കണം. ഇൻകറക്റ്റ്, കറക്റ്റ് അല്ലേ? അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം വായിക്കാനും ആൻസർ ചെയ്യാനും, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്ന്, ഡിപ്രീസിയേഷൻ ഇസ് എ നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ ചാർജ്ഡ് ടു P&L അക്കൗണ്ട്. രണ്ടാമത്തേത്, അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ് ഇസ് ദി ബേസിക് അക്കൗണ്ടിംഗ് ഇക്വേഷൻ. മൂന്ന്, പ്രൊവിഷൻസ് ആർ ക്രിയേറ്റഡ് ത്രൂ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. നാല്, ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതില് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിന്റെ ആൻസർ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ്. അതായത് സ്റ്റേറ്റ്മെന്റ് 3ഉം 4ഉം ആണ് ഇൻകറക്റ്റ്. നമുക്കിനി ഈ സ്റ്റേറ്റ്മെന്റ്സിലൂടെ പോവാം. ഡിപ്രീസിയേഷൻ ഇസ് എ നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ ചാർജ്ഡ് ടു P&L അക്കൗണ്ട്. എന്താണ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ? അതായത് ഡിപ്രീസിയേഷനിൽ ഒരു ക്യാഷ് ഫ്ലോ നടക്കുന്നുണ്ടോ? ഇല്ല. നമ്മളിപ്പം ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തു. നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ക്യാഷ് ഫ്ലോ നടക്കുന്നുണ്ട്. ക്യാഷ് കൊടുത്തിട്ട് ഗുഡ്സ് വാങ്ങുന്നു. ഇനി ക്രെഡിറ്റിലാണെങ്കിലും നമ്മൾ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ നമ്മുടെ ക്രെഡിറ്റർക്ക് ക്യാഷ് കൊടുക്കൂലോ, നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തതിന്. അവിടെ ഒരു ക്യാഷ് ഫ്ലോ നടക്കുന്നുണ്ട്. പക്ഷേ ഡിപ്രീസിയേഷന്റെ കാര്യത്തിൽ അവിടെ ഒരു ക്യാഷ് ഫ്ലോ ഇല്ല അല്ലേ? അതെന്താ കാണിക്കുന്നത്? നമ്മൾ ഒരു അസറ്റ് വാങ്ങി, ആ അസറ്റിന്റെ വാല്യൂ ഗ്രാജുവലി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്തുകൊണ്ട് വരുന്നു. ആ ഡിക്രീസ് ചെയ്യുന്ന എമൗണ്ട് ആണ് നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ഡിപ്രീസിയേഷൻ ആയിട്ട് കാണിക്കുന്നത്. അവിടെ ഒരു ഡയറക്റ്റ് ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ ആണ്. അത് എവിടെയാണ് ചാർജ് ചെയ്യുന്നത്? P&L അക്കൗണ്ടിലേക്ക്. അടുത്ത സ്റ്റേറ്റ്മെന്റ്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ് കേട്ടോ. അടുത്തത്, അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ് ഇസ് ദി ബേസിക് അക്കൗണ്ടിംഗ് ഇക്വേഷൻ. നമ്മൾ അക്കൗണ്ടിംഗ് ഇക്വേഷൻ പഠിച്ചായിരുന്നു. എന്തായിരുന്നു പഠിച്ചത്? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ അല്ലേ? ഇവിടെ ഇക്വിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ അസറ്റും ഇക്വിറ്റീസും, അതായത് ബിസിനസ്സിന് എന്തൊക്കെ അസറ്റ് സ്വന്തമായിട്ടുണ്ട് അതും ഈ അസറ്റ് വാങ്ങാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫിനാൻസും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നതാണ് ഈ അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനിൽ കാണിക്കുന്നത്. അതായത് നമ്മൾ ഒരു അസറ്റ് വാങ്ങുന്നു. അതായത് ഒരു ബിസിനസ്സിന് കുറെ അസറ്റുകളുണ്ട്. ആ അസറ്റ് പർച്ചേസ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ഫിനാൻസുകൾ യൂസ് ചെയ്യുന്നു? ഓൺഡ് ഫണ്ട്, ഇക്വിറ്റി. ഇവിടെ ഇക്വിറ്റീസ് എന്ന് വെച്ചാൽ നമ്മൾ ഇക്വിറ്റി ഷെയർ എന്ന് കൂട്ടരുത് കേട്ടോ. എല്ലാ ഫിനാൻസും, ആ അസറ്റ് വാങ്ങാനുള്ള എല്ലാ ഫിനാൻസുകളെയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഇക്വിറ്റീസ് എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെ വരും? ഓൺഡ് ഫണ്ട് വരും, ബോറോഡ് ഫണ്ട് വരും. അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഇവിടെ ഇക്വിറ്റീസ് എന്ന് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ അല്ലേ? ഓക്കെ അല്ലേ? അതായത് എന്താ പറയാ, ക്യാപിറ്റൽ സൈഡും അസറ്റ് സൈഡും എന്താകും? ഈക്വൽ ആകും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. നമ്മൾ സാധാരണഗതി പറയുന്ന എന്താ? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അത് പറയുന്നതിന് പകരം ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അടുത്തത്, അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണേ. അടുത്തത്, പ്രൊവിഷൻസ് ആർ ക്രിയേറ്റഡ് ത്രൂ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. എന്താ പറയുന്നത്? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റിന്റെ അപ്രോപ്രിയേഷൻ, പ്രോഫിറ്റിനെ നമ്മൾ എന്താ പറയുക, ഡിവൈഡ് ചെയ്തിട്ടാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആണോ? അല്ല. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ തന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഒക്കെ നമ്മൾ എഴുതില്ലേ? അന്ന് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഒക്കെ നമ്മൾ ചാർജ് ചെയ്യില്ലേ? പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു ലോസ് വന്നേക്കാം എന്ന് കരുതി നമ്മൾ ഇപ്പം മാറ്റിവെക്കുന്ന ഒരു ഇതാണ് അല്ലെ? മാറ്റിവെക്കുന്ന ഒരു പ്രൊവിഷൻ ആണ്. അതൊരിക്കലും പ്രോഫിറ്റിന്റെ അപ്രോപ്രിയേഷൻ അല്ല അല്ലേ? അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അടുത്തത്,
capital profit will be treated as income in the profit and loss account. ഈ capital profit എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസിന്റെ റെഗുലർ ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ല, മറിച്ച് നോൺ ഓപ്പറേഷണൽ ഓർ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ നോൺ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ ബിസിനസിന്റെ ഒരു എന്താ പറയുക, ഒരു ബിസിനസിന്റെ റെഗുലർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഇപ്പം എന്താ, പർച്ചേസ്, സെയിൽ ഓഫ് ഗുഡ്സ്, അവർ ഡീൽ ചെയ്യുന്ന ഗുഡ്സ്. ഇപ്പൊ ഒരു ഫർണിച്ചർ കടയാണെങ്കിൽ അവർ ഫർണിച്ചർ ആയിരിക്കും അവരുടെ ഗുഡ്സ് അല്ലേ. ഫർണിച്ചർ ഉണ്ടാക്കാൻ ചിലപ്പോൾ റോ മെറ്റീരിയൽ ഇത് പർച്ചേസ് ചെയ്യുന്നു, പർച്ചേസ് ഉണ്ടാക്കി ഫർണിച്ചർ ഉണ്ടാക്കി വിൽക്കുന്നു. അതാണ് അവരുടെ റെഗുലർ ആക്ടിവിറ്റീസ്. ഈ റെഗുലർ ആക്ടിവിറ്റീസ് കിട്ടുന്ന പ്രോഫിറ്റ് അല്ല ക്യാപിറ്റൽ പ്രോഫിറ്റ്. പിന്നെയോ, അവിടെ എന്തെങ്കിലും ഒരു അസറ്റ് ഉണ്ട്, ആ അസറ്റ് വിറ്റിട്ട് കിട്ടുന്ന എമൗണ്ട് എന്തായിരുന്നു? കോസ്റ്റിനേക്കാളും കൂടുതൽ പ്രൈസ് കിട്ടുന്നു അല്ലെ. അസറ്റിന് സാധാരണ നമ്മളിപ്പോ ഒരു സാധനം വിൽക്കുമ്പോൾ കൂടുതൽ പ്രൈസ് കിട്ടിയ അത് പ്രോഫിറ്റ് അല്ലേ. അത് എന്ന് വെച്ചാൽ ഇവരുടെ സ്ഥിരം പരിപാടിയാണോ ഇങ്ങനെ ഈ അസറ്റ് വിൽക്കുക എന്നുള്ളത്? അല്ല, അത് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ആണ്, അല്ലെങ്കിൽ നോൺ ഓപ്പറേഷണൽ ഐറ്റം ആണ്. അങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റ് ഒരിക്കലും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലല്ല കാണിക്കുന്നത്. അതെന്ത് ചെയ്യുന്നു? പ്രത്യേകമായിട്ട് ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞ് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലല്ല. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. അങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് 3, 4 ഇൻകറക്റ്റ് ആവുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് 93/22 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടുന്ന് കുറെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഞാൻ ഈ അടുത്ത നമ്പർ പറയും വരെ ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, an item is valued at the exchange price at the date of acquisition and shown in the balance sheet at that value or an amortized portion of it. This is as per the principle of full disclosure, cost, materiality, consistency. ആലോചിച്ച് നോക്കി, ഇത് ഏതാണ്? ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നേ? ഒരു ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രൈസിൽ, ഒരു ഐറ്റം, അതായത് എക്സ്ചേഞ്ച് പ്രൈസ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കുന്ന പ്രൈസ്, ആ പ്രൈസിൽ തന്നെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ അതിനെ വാല്യൂ ചെയ്തു. അല്ലെങ്കിൽ അതിന്റെ ഒരു അമോർട്ടൈസ്ഡ് പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എന്താ പറയുക, അവിടെ കൊടുത്ത് നമ്മൾ ഡിപ്രീസിയേഷൻ ഒക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ഒരു ഇത് എഴുതില്ലേ, അങ്ങനെ എന്താ പറഞ്ഞ ആ പ്രൈസിൽ അസറ്റോ എന്തോ ആയിരിക്കട്ടെ, അതിനെ കാണിക്കുന്നതിന്റെ ഏത് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഒന്ന് ബി അല്ലേ, കോസ്റ്റ് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ബാക്കി ഓപ്ഷൻസ് നോക്കാം. ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്, ഓൾ സിഗ്നിഫിക്കന്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ. നമുക്ക് എന്താ പറയുന്നത്, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനുകളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. കോസ്റ്റ് കൺസെപ്റ്റ്, അസറ്റ് ആർ റെക്കോർഡ് അറ്റ് ദർ ഒറിജിനൽ പർച്ചേസ് പ്രൈസ്, അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. നമ്മൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ പർച്ചേസ് ചെയ്ത പ്രൈസിൽ തന്നെ ആയിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് കോസ്റ്റ് കൺസെപ്റ്റ്. അത് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്, only information that is significant enough to influence decision should be recorded. അതായത് മെറ്റീരിയൽ ഇൻഫർമേഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഇനി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നെങ്കിൽ ഇഗ്നോർ ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഫർമേഷൻ ആയിട്ട് ക്ലബ് ചെയ്യാം. നമ്മൾ ഒരു പെന്ന് വാങ്ങിയത് അത് സ്റ്റേഷനറിയിലേക്ക് ആക്കി, അല്ലാതെ പെൻ അസറ്റായി കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ കഴിഞ്ഞ വീഡിയോയിൽ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡിസ്ക്ലോഷർ എന്ന് വെച്ചാൽ എല്ലാ എന്താ പറയുക, എല്ലാ സിഗ്നിഫിക്കന്റ് ഇൻഫർമേഷൻസുകളും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറയുന്നതാണ്. അടുത്ത കൺസിസ്റ്റൻസി കൺസെപ്റ്റ്, ദ സെയിം അക്കൗണ്ടിംഗ് മെത്തേഡ്സ് ആൻഡ് പോളിസീസ് ഷുഡ് ബി യൂസ്ഡ് കൺസിസ്റ്റന്റ്ലി അക്രോസ് പീരീഡ് ഫോർ കമ്പാരബിലിറ്റി അല്ലെ. നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് മെത്തേഡ്സ് ഓരോ ഇയറിലും മാറ്റാൻ പറ്റുമോ? ഇല്ല, അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വർഷത്തെ പ്രോഫിറ്റും കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. സെയിം അക്കൗണ്ടിംഗ് മെത്തേഡ്സ് ഫോളോ ചെയ്താലല്ലേ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതാണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, when a sole proprietor decided to use same bank account for his business as well as personal affairs, the dash accounting principle is violated. എന്താ പറയുന്നത്? ഒരു സോൾ പ്രൊപ്പറേറ്റർ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയും അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയും ഒരേ ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്തു. അത് ഏത് അക്കൗണ്ട് പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്യുന്നതാണ് എന്നാണ് ചോദിച്ചത്. എ ഗോയിങ് കൺസേൺ, ബി എൻറ്റിറ്റി കൺസെപ്റ്റ്, സി ഒബ്ജക്ടിവിറ്റി കൺസെപ്റ്റ്, ഡി മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. ഏതായിരിക്കും? ഒരു ഓണർ ആണെന്ന് വെച്ചിട്ട് അവർക്ക് സെയിം അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? അവിടെ എൻറ്റിറ്റി കൺസെപ്റ്റ് വയലേറ്റ് ചെയ്യാണ്. എൻറ്റിറ്റി കൺസെപ്റ്റ് എന്താ പറയുന്നത്?
എന്തായിരുന്നു പറഞ്ഞത്? ബിസിനസ്സും ഓണറും വേറെ വേറെ ആൾക്കാരാണ്. ബിസിനസ് വേറെ ഒരു എൻറ്റിറ്റി, അതിന്റെ ഓണർ വേറെ ഒരു മനുഷ്യൻ, അല്ലേ? സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കാണണം. അപ്പം അവർക്ക് രണ്ടുപേർക്ക് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. ഇനി going concern concept. Assume that business will continue its operation for the foreseeable future. അല്ലേ? ഒത്തിരി കാലത്തേക്ക് ബിസിനസ് കണ്ടിന്യൂ ചെയ്യും എന്ന് പറയുന്നതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഇതൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മടുപ്പ് വിചാരിക്കേണ്ട. കാരണം എത്ര റിപ്പീറ്റ് ചെയ്താലും നമുക്കത് മനസ്സിലേക്ക് കയറണം, അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇതിപ്പോ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം, ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയപ്പോൾ എത്രമാത്രം ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഒത്തിരി നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയുന്നതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഇനി എൻറ്റിറ്റി കൺസെപ്റ്റ് ഓർ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്താ പറയുന്നത്? ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. ഓണറിനെ വേറൊരു വ്യക്തിയായിട്ടും ബിസിനസിനെ വേറൊരാളായിട്ടും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓണർ ആണെന്ന് വെച്ച് ബിസിനസ് ഓണർ ഒന്നാണ് എന്നാണോ? അല്ല, ബിസിനസ് വേറെ, ഓണർ വേറെ. അടുത്ത objectivity concept. Accounting records and reports should be based on verifiable and unbiased evidence. അതായത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് വേണം. എന്താ പറയുന്നത്? എവിഡൻസിന് പ്രകാരമായിരിക്കണം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അല്ലാതെ ഓരോ പേഴ്സന്റെ ഒപ്പീനിയൻ അനുസരിച്ചല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഓരോ എവിഡൻസ് അനുസരിച്ചായിരിക്കണം അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അടുത്ത മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. only information significant enough to influence decision making should be recorded in accounts. അല്ലേ? നമ്മൾ അപ്പുറത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞ സാധനം തന്നെയാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. എന്താ പറയുന്നത്? സിഗ്നിഫിക്കന്റ് ഇൻഫർമേഷൻ ആണ് നമ്മൾ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത്, അല്ലേ? ഇപ്പൊ എന്താ പറയുന്നത്? നമ്മൾ പെന്നിന്റെ ഉദാഹരണം നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. പെന്നിന്റെ ഉദാഹരണം അതാണ് മെറ്റീരിയാലിറ്റി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം, അല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഒന്നെങ്കിൽ ഇഗ്നോർ ചെയ്യാം, അല്ലെങ്കിൽ ക്ലബ് ചെയ്യാം, മറ്റ് ഇതുമായിട്ട് ക്ലബ് ചെയ്യാം, അല്ലേ? അതാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് is the basis of maintaining accounts followed by Indian companies. A, cash basis. B, accrual basis. C, accrual basis and double entry system. D, double entry system. ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ഇന്ത്യൻ കമ്പനീസ് ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് മെത്തേഡ്സ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത് അക്രൂവൽ ബേസിസും ഡബിൾ എൻട്രി സിസ്റ്റവും ആണ് കേട്ടോ. ഇനി ഇതെന്താണെന്ന് നോക്കാം. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻ only when cash is received or paid. ഈ ക്യാഷ് ബേസിസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്യാഷ് റിസീവ് ചെയ്യുകയോ പേ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുള്ളൂ. സാലറി ഡ്യൂ ആയാൽ നല്ല റെക്കോർഡ് ചെയ്യുക. മറിച്ച് സാലറി കൊടുത്താൽ, റെന്റ് റിസീവ് ചെയ്യാനുള്ള സമയം പക്ഷെ കിട്ടിയില്ല. പക്ഷെ എപ്പോഴാണ് നമ്മൾ റെന്റ് റിസീവ് ചെയ്തെന്ന് പറഞ്ഞിരുന്നേ? റെന്റ് കിട്ടുമ്പോൾ. ഇതാണ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ പറയുന്നത്. അടുത്തത് accrual basis of accounting records revenue when earned and expenses when incurred regardless of cash flow. ഇവിടെ എന്താ നോക്കുന്നത്? ക്യാഷ് ഫ്ലോ നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പകരം എന്താ ചെയ്യേണ്ടത്? ആ റവന്യൂ ഏൺ ചെയ്തിട്ടുണ്ടോ? അതേപോലെ എക്സ്പെൻസ് ഇൻകേർഡ് ആയിട്ടുണ്ടോ? എക്സ്പെൻസ് ഇൻകേർഡ് ആയെന്ന് വെച്ചാൽ ഇപ്പം സാലറി ഡ്യൂ ആയി പക്ഷെ കൊടുത്തിട്ടില്ല. ഒരു വർഷത്തെ ഒരു അക്കൗണ്ട് പീരീഡിൽ സാലറി ഡ്യൂ ആയി, അത് കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ അത് അവിടെ റെക്കോർഡ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അക്രൂവൽ ബേസിസിൽ പറയുന്നത് ക്യാഷ് ഫ്ലോ നോക്കേണ്ട ആവശ്യമേ ഇല്ല. അത് റെക്കോർഡ് ചെയ്യേണ്ട ഏൺഡ് ഓർ ഇൻകേർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അത് റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്നതാണ്. ഈ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടുമാണ് കേട്ടോ ബേസിസ്. പിന്നെ ഇവിടെ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ഉണ്ട്. ക്യാഷ് ബേസിസും അക്രൂവൽ ബേസിസും യൂസ് ചെയ്തിട്ടുള്ള ഒരു ബേസിസ് കൂടെ ഉണ്ട്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ. Double entry system. Every transaction subject to accounts, one debit and one credit, keeping the account equation balanced. ഈ ഡബിൾ എൻട്രി സിസ്റ്റം പേരിൽ തന്നെ ഉണ്ട്, അല്ലേ? ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? അത് എവറി ട്രാൻസാക്ഷൻ സബ്ജക്ട് ടു അക്കൗണ്ട്സ്. രണ്ട് അക്കൗണ്ട്സിനെ പിന്നെ മിനിമം രണ്ട് അക്കൗണ്ട്സിനെ ഇത് അഫക്ട് ചെയ്യും. ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും, അല്ലേ? ഇപ്പൊ ക്യാപിറ്റൽ ക്യാഷ് ആയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നു. ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ രണ്ട് അക്കൗണ്ടിനെ എഫക്ട് ചെയ്തില്ലേ? ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും. അതേപോലെ അവിടെ അക്കൗണ്ട് ഇക്വേഷനെ ബാലൻസ് ചെയ്യും. അവിടെ ക്യാപിറ്റൽ വന്നു, അതേപോലെ ക്യാഷും വന്നു, അല്ലേ? അക്കൗണ്ട് ഇക്വേഷനെ ബാലൻസ് ചെയ്തു. ഇതാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏതാണ്? അക്രൂവൽ ബേസിസ് ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. As per the dash concept, capital is shown in the liability side of balance sheet. ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് ക്യാപിറ്റലിനെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ ക്യാപിറ്റലിൽ എവിടെയാണ് കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ. അത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് എന്നാണ് ചോദിക്കുന്നത്. A, entity concept. B, dual aspect concept. C, accrual concept. D, going concern concept. നമ്മുടെ ഉത്തരം ഏതാണ്? നിങ്ങൾ ആലോചിക്കണം കേട്ടോ.
നമ്മുടെ ഉത്തരം ഏതാണ്? entity concept. ഈ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കണം. ഗോയിങ് കൺസേൺ എന്താണ്? ഇൻഡെഫിനിറ്റ് പീരീഡ്. ഡ്യുവൽ ആസ്പെക്ട് എന്താണ്? രണ്ട് ഇതിനെ ബാധിക്കും. അക്രൂവൽ കൺസെപ്റ്റ് എന്താണ്? എപ്പോഴാണോ ഇത് റവന്യൂ ആൻഡ് എക്സ്പെൻസ് ഇൻക്ലൂഡ് ആയത് അപ്പം റെക്കോർഡ് ചെയ്യണം, ഈ പറയുന്ന കാര്യമല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ ഓപ്ഷൻസിനെ നോക്കണം. ഇവിടെ ഉത്തരം എന്താണ്? entity concept. ഇനി entity or business entity concept എന്താ പറയുന്നത്? ബിസിനസ് is treated as separate from its owner. നമ്മൾ ഓൾറെഡി പറഞ്ഞു മടുത്തിട്ടുണ്ടാകും അല്ലേ? ഓണറിന് ബിസിനസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണണം. അടുത്ത ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്താ പറഞ്ഞത്? എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു എഫക്ട്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, കീപ്പിംഗ് ദ അക്കൗണ്ട് ഇക്വേഷൻ ബാലൻസ്ഡ്. ഇത് തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഒരു ട്രാൻസാക്ഷന് രണ്ട് എഫക്ട് ഉണ്ട്. അക്രൂവൽ കൺസെപ്റ്റ്, റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ recorded when earned or incurred, not when cash is received or paid. ക്യാഷ് റിസീവ് ചെയ്തോ പേ ചെയ്തോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ ആ എക്സ്പെൻസോ ഇൻകമോ ഏൺ ചെയ്യുന്നത്, ഇൻകേർഡ് ചെയ്യുന്നത്, ആ സമയത്ത് തന്നെ അത് റെക്കോർഡ് ചെയ്യണം. ഗോയിങ് കൺസേൺ എന്താണ്? അസ്യൂം ദ ബിസിനസ് വിൽ കണ്ടിന്യൂ ഇറ്റ്സ് ഓപ്പറേഷൻ ഫോർ ദി ഫോർസിബിൾ ഫ്യൂച്ചർ. അല്ലേ? ബിസിനസ് ഒത്തിരി കാലം അതിന്റെ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യും എന്ന് പറയുന്നതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ തിയറി ഓഫ് മാനേജ്മെന്റ്. ഓപ്ഷൻ എ മാക്സ് വെബർ, ബി ഹെൻറി ഫയോൾ, സി ലൂതർ ഗുലിക്, ഡി പീറ്റർ എഫ് ഡ്രക്കർ. ഏതാണ് ഉത്തരം? ഏതായിരിക്കും? ബി ഹെൻറി ഫയോൾ ആണ് കേട്ടോ ഉത്തരം. ഹെൻറി ഫയോൾ is considered as the father of modern management theory. ഹെൻറി ഫയോൾ ആണ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് തിയറിയുടെ ഫാദർ ആയിട്ട് കണക്കാക്കുന്നത്. he developed the 14 principles of management. ആരാണ് 14 principles of management ഉണ്ടാക്കിയത്? ഹെൻറി ഫയോൾ ആണ് കേട്ടോ. അതേപോലെ മാനേജ്മെന്റിനെ ഒരു പ്രോസസ് ആയിട്ട്, ഒരു യൂണിവേഴ്സൽ പ്രോസസ് ആയിട്ട് കണക്കാക്കുന്നു. ആ പ്രോസസ്സിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ് ഓർ ഡയറക്റ്റിംഗ്, പിന്നെ കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഇങ്ങനെയൊക്കെ വരുന്ന ഒരു യൂണിവേഴ്സൽ പ്രോസസ് ആയിട്ട് മാനേജ്മെന്റിനെ കണക്കാക്കുന്നു അല്ലേ? അപ്പൊ ആരാണ് ഫാദർ ഓഫ് മോഡേൺ തിയറി ഓഫ് മാനേജ്മെന്റ്? ഹെൻറി ഫയോൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹു കണ്ടക്ടഡ് ദ ഹോത്തോൺ എക്സ്പെരിമെന്റ്? മാക്സ് വെബർ, ബി എഫ് ഡബ്ല്യു ടൈലർ, സി എൽട്ടൺ മായോ, ഡി എം പി ഫോൾട്ട്. ആരായിരിക്കും ഹോത്തോൺ എക്സ്പെരിമെന്റ്? നമ്മൾ ഇതും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യമാണേ. ആരാണ്? നമ്മുടെ എൽട്ടൺ മായോ ആണ് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് നോർമൽ വെച്ചേക്ക്. എങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ ഹോത്തോൺ എക്സ്പെരിമെന്റ് കണ്ടക്ടഡ് അറ്റ് വെസ്റ്റേൺ ഇലക്ട്രിക്സ് ഹോത്തോൺ വർക്ക്സ് 1924 to 1932 studied the effect of working condition on employee productivity. വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെ എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്നു എന്ന് നടത്തുന്ന ഒരു എക്സ്പെരിമെന്റ് ആണിത്. ഇവിടെ എന്താണ് ഫൈൻഡിങ്? ഇവരുടെ എംപ്ലോയി പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്ഡ് വെൻ ദേ ഫെൽറ്റ് ഒബ്സർവ്ഡ് ഓർ വാല്യൂഡ്. ഒരു എംപ്ലോയിനെ കുറച്ചുകൂടി നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ അവിടെ എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി കൂടും. അതാണ് ഇവരുടെ ഫൈൻഡിങ്. എന്തൊക്കെയാണ്? സോഷ്യൽ ഫാക്ടർ, ടീം വർക്ക് ആൻഡ് എംപ്ലോയി മോറൽ സിഗ്നിഫിക്കന്റ്ലി ഇമ്പാക്ട് പെർഫോമൻസ്. അല്ലെ? മോട്ടിവേഷൻ, ലീഡർഷിപ്പ് തുടങ്ങിയവ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ? അതേപോലെ ടീം വർക്ക്, എംപ്ലോയി മോറൽ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്തായിരിക്കും? എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റിയെ കൂട്ടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ലെഡ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് ദി ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ് ഇൻ മാനേജ്മെന്റ്. ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റിന് ഇത് കൊടുത്തിരിക്കുന്നത് എന്താണ്? അതിനുള്ള ഒരു ലീഡ് കൊടുത്തിരിക്കുന്നതാണ് ഹോത്തോൺ എക്സ്പെരിമെന്റ്. ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഷോർട്ട് ആയിട്ട് ഓർത്തിരിക്കുക. ഹോത്തോൺ എക്സ്പെരിമെന്റ് ആരുടെയാണ്? എൽട്ടൺ മായോ. ഇത് മറക്കാതെ ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, the dash approach of management treated organization as a closed system. A human relation, B classical, C social system, D behavioral science. ഇവിടെ ഉത്തരം ശ്രദ്ധിച്ച് നമ്മൾ നോക്കണം. എന്താ പറഞ്ഞത്? ഓർഗനൈസേഷൻ ഒരു ക്ലോസ്ഡ് സിസ്റ്റം. ഇത് നോക്കണേ, ക്ലോസ്ഡ് സിസ്റ്റം ആയി ട്രീറ്റ് ചെയ്യുന്നത് അത് ക്ലാസിക്കൽ ആണ് കേട്ടോ. ക്ലാസിക്കൽ അപ്രോച്ച് ആണ്. നമ്മൾ ചിലപ്പോൾ സോഷ്യൽ സിസ്റ്റം എന്ന് കാണുമ്പോൾ വേഗം അതിലേക്ക് പോകാനുള്ള ചാൻസ് കൂടും. സോഷ്യൽ സിസ്റ്റം അല്ല, ക്ലാസിക്കൽ.
സോഷ്യൽ സിസ്റ്റം കാണുന്നത് ഒരു ഓപ്പൺ ഓർഗനൈസേഷൻ ഓപ്പൺ സിസ്റ്റം ആയിട്ടാണ്. കാരണം എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഓർഗനൈസേഷനെ അഫക്റ്റ് ചെയ്യും എന്ന രീതിയിലാണ് സോഷ്യൽ സിസ്റ്റം പറയുന്നത്. പക്ഷെ ക്ലാസിക്കൽ ഓർഗനൈസേഷനെ ക്ലോസ്ഡ് സിസ്റ്റം ആയിട്ടാണ് കാണുന്നത്. ഓർത്തു വെക്കുക, ക്ലോസ്ഡ് സിസ്റ്റം ക്ലാസിക്. ഹ്യൂമൻ റിലേഷൻ സ്കൂൾ എന്താണ്? focus on employee welfare, motivation, teamwork and interpersonal relationship to improve productivity. എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റിനെ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തിലാണ് ഫോക്കസ് കൊടുത്തിരിക്കുന്നത്? അവരുടെ വെൽഫെയർ, മോട്ടിവേഷൻ, ടീം വർക്ക് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു? ഫോക്കസ് ചെയ്തിരിക്കുന്നു. അടുത്ത ക്ലാസിക്കൽ സ്കൂൾ എന്ന് വെച്ചാൽ എംഫസൈസ് ഫോർമൽ സ്ട്രക്ചർ, ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് എഫിഷ്യൻസി ഇൻ മാനേജ്മെന്റ് പ്രോസസ്സ്. അതായത് ഒരു ഫോർമൽ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നു അല്ലേ? അതേപോലെ അവരുടെ ഓർഗനൈസേഷന്റെ ഉള്ളിലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ ഡിവിഷൻ ഓഫ് ലേബർ, വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അടുത്ത സോഷ്യൽ സിസ്റ്റം അപ്രോച്ച്, വ്യൂ ആൻഡ് ഓർഗനൈസേഷൻ ആസ് എ സിസ്റ്റം ഓഫ് ഇന്റർ റിലേറ്റഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് ഇന്ററാക്ഷൻ എമംഗ് പീപ്പിൾ. ഇവിടെ ഈ സിസ്റ്റം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഒരു ഓപ്പൺ സിസ്റ്റം ആണെന്ന് ഓർക്കുക. സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സിസ്റ്റം ആയിട്ടാണ് ഓർഗനൈസേഷൻ കാണുന്നത്. എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട്. Okay, അടുത്ത behavioral science approach uses psychology, sociology and other social science to understand human behavior and improve management practices. എന്താ behavioral science-ൽ പറയുന്നത്? ഹ്യൂമൻ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ സൈക്കോളജി, സോഷ്യോളജി, അതായത് മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം ഉപയോഗിച്ച് മനുഷ്യന്റെ സ്വഭാവത്തെ അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അതിനനുസരിച്ച് മാനേജ്മെന്റ് പ്രാക്ടീസിനെ ഇംപ്രൂവ് ചെയ്യുന്നു. ഇതാണ് ബിഹേവിയറൽ സയൻസ് അപ്രോച്ചിൽ പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് 108/2021 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. As per AS 14, purchase consideration is what is payable to. എന്താന്ന് വെച്ചാല് AS 14 എന്ന് വെച്ചാൽ അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ ആണ് കേട്ടോ. അവിടെ ഒരു പർച്ചേസ് കൺസിഡറേഷനെ കുറിച്ച് പറയുന്നുണ്ട്. അത് അത് ആർക്ക് പേ ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത്. A, debenture holder and creditors. B, shareholders and creditors. C, shareholders and debenture holders. D, shareholders. ഇവിടെ ഉത്തരം ഏതാണ്? ഡി എന്താണ്? ഡി, ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അത് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അതിനു മുമ്പ് AS 14 എന്തായിരുന്നു? അക്കൗണ്ട് ഫോർ അമാൽഗമേഷൻ. അമാൽഗമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അമാൽഗമേഷൻ മീൻസ് ദ മെർജർ ഓഫ് 2 or more companies into one new company or one existing company absorbing other. അമാൽഗമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 2 അതിലധികമോ ഉള്ള കമ്പനികൾ എല്ലാം മെർജ് ചെയ്ത് ഒരൊറ്റ കമ്പനിയായി മാറുന്നു, അല്ലെങ്കിലോ ഒരു എക്സിസ്റ്റിംഗ് കമ്പനി മറ്റൊരു കമ്പനിനെ അബ്സോർബ് ചെയ്യുന്നു. അതായത് അവരെ പർച്ചേസ് ചെയ്ത് വാങ്ങുന്നു. ഈ അമാൽഗമേഷൻ എന്തിനാ ചെയ്യുന്നത്? the main purpose is to achieve growth, synergy or financial stability. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാനും അതേപോലെ ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അമാൽഗമേഷൻ ആക്കുന്നത്. 1-2 കമ്പനികൾ മെർജ് ചെയ്ത് ഒരുമിച്ച് കൂടി ഒരു കമ്പനി ആയാൽ അവിടെ അവരുടെ ഗ്രോത്ത് വലുതല്ലേ, അതുപോലെ സ്റ്റെബിലിറ്റിയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു. ഇനി പർച്ചേസ് കൺസിഡറേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ total amount paid by the transferee company to the shareholders of the transferor company for taking over their business. ഒരു കമ്പനി മറ്റൊരു കമ്പനിനെ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നില്ലേ? അപ്പൊ ആ വാങ്ങുന്ന കമ്പനി അല്ലെ, വാങ്ങുന്ന കമ്പനി ആ മറ്റേ കമ്പനിക്ക് ഇപ്പം A എന്ന കമ്പനി B എന്ന കമ്പനിയെ ഏറ്റെടുക്കുന്നു. അപ്പം A Bക്ക് ഒരു പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കണം, അവരെ വാങ്ങുമ്പോൾ ഒരു കൺസിഡറേഷൻ കൊടുക്കണം അല്ലേ? അതാണ് പറഞ്ഞത് ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ബൈ ദി ട്രാൻസ്ഫറീ കമ്പനി ടു ദ ഷെയർ ഹോൾഡേഴ്സ്. ഓർക്കണം, ഈ വേർഡ് ഓർത്തിരിക്കണേ. ടു ദി ആർക്കാണ്? to the shareholders of the transferor company for taking over their business. അവരുടെ ബിസിനസ് ഏറ്റെടുക്കുന്നതിന് ട്രാൻസ്ഫറർ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് പർച്ചേസ് കൺസിഡറേഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഷെയർസ് ഇഷ്യൂഡ്, ക്യാഷ് പെയ്ഡ് ഓർ അതർ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ്. അത് എന്താ പറയുന്നത്, അത് എങ്ങനെയും കൊടുക്കാം. ഒന്നെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്തായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതർ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തായിട്ടും കൊടുക്കാം. ഇതാണ് കേട്ടോ ഈ പർച്ചേസ് കൺസിഡറേഷനിലെ ഇതിനെ കുറിച്ച് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് there should be ഓപ്ഷൻ എ only one objective, B predetermined objective, C coordination among objectives, D none of the above. എന്താണ് യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റിവിറ്റി എന്ന പ്രിൻസിപ്പിൾ കൊണ്ട് അർത്ഥമാക്കുന്നത്? only one objective അല്ലേ? only one objective. ഇനി നമ്മൾ അത് എന്താന്ന് പറയാം കേട്ടോ.
നമ്മൾ പഠിച്ചതല്ലേ? The principle of unity of objective means that all activities and efforts in an organization should be directed towards a common goal. അതായത് ഒരു ഓർഗനൈസേഷനോ ഒരു കോമൺ ഗോൾ ഉണ്ടാകും അല്ലേ? ആ കോമൺ ഗോളിലേക്ക് ആ ഓർഗനൈസേഷൻ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസ്, എംപ്ലോയീസിന്റെയും മാനേജ്മെന്റിന്റെ എല്ലാ എഫോർട്ടുകളും അവരുടെ ആക്ടിവിറ്റീസും എല്ലാം എന്തിനു വേണ്ടിയാണ്? ആ ആ പർട്ടിക്കുലർ ഗോൾ അല്ലേ? ആ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതാണ് യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും മാനേജേഴ്സിനും അവിടെ ഏത് ആൾക്കാരും എന്ത് കാര്യം ചെയ്യുന്നതാണെങ്കിലും അവരുടെ എയിം എന്താണ്? ആ ഓർഗനൈസേഷന്റെ ആ കോമൺ ഗോൾ അല്ലേ? അവരുടെ ആ വൺ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. Every department and employee should work in harmony to achieve the main organization objective rather than focusing on their own individual or departmental goal. ഓർഗനൈസേഷന് പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തിരിച്ചേക്കാം. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിന് ഓരോ ഗോൾ ഉണ്ടാകും. ഇത്രയും ടാർഗറ്റ് അച്ചീവ് ചെയ്യുക, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിൽ ഫോക്കസ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഇങ്ങനെ ഈ ഡിപ്പാർട്ട്മെന്റ് ആയി തിരിക്കുന്നതും അവർക്ക് ടാർഗറ്റ് വെക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാണ്? ഓർഗനൈസേഷന്റെ ആ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ആ മെയിൻ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും അവിടെയുള്ള എല്ലാ എംപ്ലോയീസും ഒത്തൊരുമിച്ച് വർക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷന്റെ മെയിൻ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ അവരുടെ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സും മറ്റ് ഡിപ്പാർട്ട്മെന്റൽ ഗോൾസിനും ഒക്കെ മെയിൻ ഫോക്കസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആ ഒറ്റ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ന പ്രിൻസിപ്പിളിൽ പറയുന്നത് കേട്ടോ. ദിസ് എൻഷുർ കോർഡിനേഷൻ, എഫിഷ്യൻസി ആൻഡ് സക്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഈ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്തിട്ടുണ്ട് എന്താ? അവിടെ ഒരു കോർഡിനേഷൻ ഉണ്ട് അല്ലേ? അതേപോലെ എഫിഷ്യൻസി കൂടും അല്ലെ? എല്ലാവരുടെയും എഫിഷ്യൻസി കൂടും. ഇതെല്ലാം ചെയ്തിട്ട് എന്ത് പറ്റും? ഓർഗനൈസേഷൻ സക്സസ് ആകും. അവരുടെ ഗോൾ അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ സക്സസ് അല്ലേ? ഇതാണ് ഈ പ്രിൻസിപ്പിൾ എൻഷുർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിന്റെ കോഡ് 49/2019 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. Which accounting standard deals with the revenue recognition? IAS 12, IAS 18, IAS 28, IAS 17. ഇവിടെ IAS എന്ന് പറയുന്നത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. ഇതും AS തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതല്ല ഇന്ത്യസ് ഇതല്ല കേട്ടോ, ഓർത്തിരിക്കണം. ഈ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെയും മറ്റേ ഇന്ത്യസിന്റെ ലിസ്റ്റ് ഞാൻ തരാം കേട്ടോ. അതിന്റെ ലിസ്റ്റുകൾ ഒന്ന് പഠിച്ചു വെക്കണം. അത് ഞാൻ വേറെ തരാം കേട്ടോ. ഇനി ഇതിന്റെ ആൻസർ ഏതാ? ആൻസർ ഏതാന്ന് നമുക്ക് നോക്കാം. ഏതാണ്? റവന്യൂ റെക്കഗ്നേഷനുമായിട്ട് ബന്ധപ്പെടുന്നത് IAS 18 ആണ് കേട്ടോ. അതേപോലെ IAS 12 എന്താ പറയുന്നത്? ഇവിടെ ഓപ്ഷനിലുള്ളത് പറയുന്നതാണ്. IAS 12 ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. IAS 18 റവന്യൂ റെക്കഗ്നേഷൻ, IAS 28 ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ്സ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ്, IAS 17 ലീസസ്. ഇത് കൺഫ്യൂഷൻ ആവരുത്, ഇത് വേറെ വേറെ സാധനങ്ങളാണ്. IAS ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, മറ്റേത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, മറ്റേത് ഇന്ത്യസ് കേട്ടോ. അത് വേറെ വേറെ ലിസ്റ്റുകളാണ്. ആ ലിസ്റ്റുകൾ 3 തരാം. ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ ഇരുന്നാൽ മതി കേട്ടോ, പേരുകൾ ഓർത്തിരുന്നാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, which accounting convention states that accounting practices should remain unchanged from time to time? എന്താ പറയുന്നത്? ഏത് അക്കൗണ്ടിംഗ് കൺവെൻഷൻ ആണ് പറയുന്നത്? അക്കൗണ്ടിംഗ് പ്രാക്ടീസ് ഷുഡ് റിമൈൻ അൺചേഞ്ച്ഡ്, അതായത് ചേഞ്ച് ചെയ്യാതെ റിമൈൻ ചെയ്യണം എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിംഗ് കൺവെൻഷൻ പ്രകാരമാണെന്നാണ്. A. full disclosure, B. conservatism, C. materiality, D. consistency. ഏതാണ്? നമുക്ക് അവിടെ തന്നെ എന്താ പറയാ, ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വരില്ലേ, ഓർമ്മ വരില്ലേ? ഏതാണ്? കൺസിസ്റ്റൻസി. അപ്പൊ നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ മടുത്ത് കാണില്ലേ? പക്ഷെ ഇത് ഇത്രയും റിപ്പീറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ ഇത്രയും റിപ്പീറ്റ് ആവുന്നുണ്ട് ഈ വക കാര്യങ്ങള്. കഴിഞ്ഞ നമ്മുടെ KFC അസിസ്റ്റന്റിന്റെ എക്സാമിനും ഇത് സെയിം സാധനം ചോദിച്ചിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ അല്ല, ഈ നമ്മുടെ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഇത് നിങ്ങൾ അത്രയും സൂക്ഷിക്കണം. നമ്മൾ 1-2 മാർക്ക് നമ്മൾ വെറുതെ നശിപ്പിക്കണ്ട അല്ലെ? എളുപ്പമുള്ള കാര്യമല്ലേ? ഇനി ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്. All material information relevant to users of financial statement must be fully disclosed. Nothing significant should be hidden or omitted.
അതായത് എല്ലാ മെറ്റീരിയൽ ഇൻഫർമേഷനും നമ്മൾ ഈ അക്കൗണ്ടിങ്ങിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന എന്തിനാ? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ യൂസേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പൊ അവർക്ക് ഈ യൂസേഴ്സിന് ഇതെന്തിനാണ്? ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽ ഇൻഫർമേഷനും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറയുന്നതാണ്. നത്തിങ് സിഗ്നിഫിക്കന്റ് ഷുഡ് ബി ഹിഡൻ ഓർ ഒമിറ്റഡ്. ഒരു ഇത്ര സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനോ അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ ഒഴിവാക്കാനോ അല്ലെ മാറ്റി നിർത്താനോ എന്താ പറയാ മനഃപൂർവ്വം എഴുതാതെ ഒഴിവാക്കി വിടാനോ പാടില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണ്ടിജന്റ് ലയബിലിറ്റി, ഭാവിയിൽ വന്നേക്കാവുന്ന ഒരു ലയബിലിറ്റി നമ്മൾ പറഞ്ഞിരുന്നത് നോട്ട്സ് ആയിട്ട് കൊടുക്കണമെന്ന് അല്ലെ? അക്കൗണ്ടിംഗ് പോളിസീസ്, പെൻഡിങ് ലിറ്റിഗേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. കാരണം അതൊക്കെ എന്താ പറഞ്ഞാൽ മെറ്റീരിയൽ ഇൻഫർമേഷൻ ആണ്. അടുത്തത് കൺസർവേറ്റിസം, prudence concept. ഓർത്തിരിക്കണം, അതിന്റെ പേരുകൾ സെയിം ആണ്. Do not anticipate profit but provide for all possible losses. It ensures asset and income are not overstated. എന്താ പറയുന്നത്? നമ്മൾ ഫ്യൂച്ചർ വരാൻ പോകുന്ന പ്രോഫിറ്റിനെ ഇന്ന പ്രോഫിറ്റ് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കാണിക്കില്ല. പക്ഷേ നമ്മൾ പോസിബിൾ ലോസസിനെ എന്ത് ചെയ്യും? ആന്റിസിപ്പേറ്റ് ചെയ്യും. അതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഒക്കെ നമ്മൾ കൊടുക്കില്ലേ? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ കേട്ടോ, അത് ഓർക്കണം. ഇങ്ങനെ ഈ പ്രൊവിഷൻസ് ഒക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ടാ? ഭാവിയിൽ അങ്ങനെ ഒരു ലോസ് വന്നേക്കാം, ഭാവിയിൽ ആ ഡെപ്റ്റർ ബാഡ് ഡെപ്റ്റ് ആയേക്കാം എന്ന് പറയുന്നതല്ലേ. ഇപ്പം ഭാവിയിൽ നമുക്ക് ഇത്ര ഇൻകം കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എഴുതുവോ? ഒരിക്കലും ഇല്ല. It ensures assets and income are not overstated. ഈ പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മൾ ഇൻവെന്ററിയെ വാല്യൂ ചെയ്യുന്നത് എന്ന് പറഞ്ഞില്ലേ? എന്താണ് നെറ്റ് റിയലൈസബിൾ ഓർ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ whichever is less അല്ലേ? ഏറ്റവും കുറഞ്ഞ വാല്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ അസറ്റിനെ അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഓവർസ്റ്റേറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ഏറ്റവും ചെറിയ വാല്യൂവിലാണ് നമ്മൾ ആ അസറ്റിനെ റെക്കോർഡ് ചെയ്യുന്നത്. അതേപോലെ ലയബിലിറ്റീസ് ആൻഡ് എക്സ്പെൻസസിനെ അണ്ടർസ്റ്റേറ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ? നമ്മൾ ആന്റിസിപ്പേറ്റ് ആയിട്ട് വരുന്ന പോസിബിൾ ലോസസിനെ ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ലയബിലിറ്റീസ് നമ്മൾ കുറച്ച് കാണിക്കുന്നുണ്ടോ? ഇല്ല. അടുത്ത മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. only information that is significant enough to influence the decision making of users should be disclosed. മെറ്റീരിയാലിറ്റിയും ഡിസ്ക്ലോഷറും നമുക്ക് സെയിം പോലെ തന്നെയാണ് അല്ലേ? ഇവിടെ എന്ത് ചെയ്യുന്നു? എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറയുന്നു അല്ലേ? അതേപോലെ ഇവിടെ only information that is significant enough to influence the decisions of users should be disclosed. അതായത് സ്മോൾ ഓർ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഒന്നെങ്കിൽ ഇഗ്നോർ ചെയ്യാം, അല്ലെങ്കിൽ ക്ലബ്ഡ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേഷനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞ് വാങ്ങുന്നത്. നമ്മളിപ്പോ ഒരു പെന്ന് വാങ്ങി, പെൻസിൽ വാങ്ങി, സ്കെയിൽ വാങ്ങി, അത് സെപ്പറേറ്റ് ആയിട്ട് ഈ പെന്നും പെൻസിലും ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അസറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ? അങ്ങനെ കാണിക്കാൻ തുടങ്ങി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എവിടെ നിൽക്കും അല്ലേ? അതുകൊണ്ട് അതിനെ എല്ലാം ക്ലബ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റേഷനറി എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നു. പകരം അസറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടോ? ഇല്ല. ഇതാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് പറയുന്നത്. സ്മോൾ ഓർ ഇൻസിഗ്നിഫിക്കന്റ് ഐറ്റംസ് നമുക്ക് ഒന്നെങ്കിൽ ഇഗ്നോർ ചെയ്യാം, അല്ലെങ്കിൽ അത് ക്ലബ്ഡ് ചെയ്യാം. അടുത്ത കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. The same accounting methods and policies should be applied from one period to another. അല്ലേ? നമ്മൾ സെയിം ആയിട്ട് നമ്മുടെ അക്കൗണ്ടിങ് മെത്തേഡ്സ് നമ്മൾ അല്ലെങ്കിൽ ആ പോളിസീസ് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ വർഷവും സെയിം ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവരണം. This helps in comparing financial results across years. അതായത് നമുക്ക് ഇങ്ങനെ സെയിം ആയിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഈ വർഷത്തെ പ്രോഫിറ്റും കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റും അങ്ങനെ പല ഇയറിലെ പ്രോഫിറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കമ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ? അവിടെ മെത്തേഡ്സ് അടിക്കടി മാറിക്കൊണ്ടിരുന്നാൽ പറ്റുമോ? ഇല്ല. അത് കൺസിസ്റ്റന്റ് ആയിരിക്കണം. യൂസിങ് ദ സെയിം ഡിപ്രീസിയേഷൻ മെത്തേഡ് ഫോർ ഈച്ച് ഇയർ. അതാണ് ഡിപ്രീസിയേഷന് നമ്മൾ പല മെത്തേഡ്സുകളുണ്ട്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അക്കൗണ്ടിങ് ബേസിക്സിന്റെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നുണ്ട് ഡിപ്രീസിയേഷനെ കുറിച്ച്. അവിടെ ഡിപ്രീസിയേഷന് പല മെത്തേഡ്സുകളുണ്ട്. പക്ഷെ ആ പല മെത്തേഡ്സുകൾ ഓരോ ഇയറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. എന്താ പറയുന്നത്? സെയിം മെത്തേഡ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഇതാണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റിൽ പറയുന്നത്. അടുത്തത് repairs incurred before using a second hand one purchased recently is A capital expenditure, B revenue expenditure, C deferred revenue expenditure, D none of this. ഏതാ? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാന് നമ്മൾ പർച്ചേസ് ചെയ്തു, അത് ഉപയോഗിക്കുന്നതിന് മുൻപ് നമ്മൾ കുറച്ച് റിപ്പയേഴ്സ് കൊണ്ടുവന്നു. അത് ഏത് എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് വരുന്നത് എന്നാണ്? അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മൾ പറഞ്ഞായിരുന്നു ഒരു മെഷീനറിയോ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് അത് വർക്ക് ആകുന്നത് വരെയുള്ള ചാർജ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കൂട്ടും എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ? Capital expenditure refers to the amount spent on acquiring or improving long-term assets such as building, land, building and machinery or equipment. അല്ലേ? Capital expenditure എന്താണ്?
ഈ ഫിക്സഡ് അസറ്റ് ലോങ് ടേം അസറ്റ്സുകൾ പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് നടത്താനോ വരുന്ന എമൗണ്ട്, നമ്മൾ ചെലവാക്കുന്ന എമൗണ്ടുകളെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ബെനിഫിറ്റ് ഫോർ മോർ ദാൻ വൺ അക്കൗണ്ടിംഗ് പീരീഡ്. ഇതിന്റെ ബെനിഫിറ്റ് ഒരു അക്കൗണ്ടിംഗ് പീരീഡിലാണോ നിൽക്കുന്നത്? അല്ല, ഫ്യൂച്ചറിൽ കുറെ കാലത്തേക്ക് നമുക്കുണ്ടാകും. ട്രീറ്റഡ് ആസ് ആൻ അസറ്റ് നോട്ട് ആൻ എക്സ്പെൻസ്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ അസറ്റ് ആയിട്ട് ആണ് കാണിക്കുന്നത്, അതൊരു എക്സ്പെൻസ് അല്ല. കാരണം എന്താ, നമ്മളിപ്പോ പൈസ കൊടുത്ത് ഒരു ഫർണിച്ചർ വാങ്ങി, ആ ഫർണിച്ചറിനെ നമ്മൾ എവിടെയാ കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ, അല്ലാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോയിട്ട് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുവോ? ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ എവിടെയാ കാണിക്കുന്നത്? ട്രീറ്റഡ് ആസ് ആൻ അസറ്റ് നോട്ട് എന്താ പറയാ, ട്രീറ്റഡ് ആസ് ആൻ അസറ്റ് നോട്ട് ആൻ എക്സ്പെൻസ്. ഇതൊന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെന്താ പറയുന്നത്, ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ് അണ്ടർ ഫിക്സഡ് അസറ്റ്. അല്ലെ, ബാലൻസ് ഷീറ്റിലെ ഫിക്സഡ് അസറ്റിന്റെ താഴെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കാണിക്കുന്നത്. എക്സാമ്പിൾ എന്താ? പർച്ചേസ് ഓഫ് മെഷീനറി. മെഷീനറി പർച്ചേസ് ചെയ്തു. മെഷീനറി നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിലെ ഫിക്സഡ് അസറ്റിന്റെ താഴെ. കൺസ്ട്രക്ഷൻ ഓഫ് എ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു, ആ ബിൽഡിങ്ങിനെ ഫിക്സഡ് അസറ്റ് കാണിക്കും. കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ പറഞ്ഞിരുന്നു, നമ്മള് ഒരു മെഷീനറി വാങ്ങി അത് ഉപയോഗിക്കുന്നത് വരെയുള്ള ചിലവുകൾ, അതിൽ പെടുന്നതല്ലേ ഇൻസ്റ്റാളേഷൻ. ഒരു മെഷീനറി വാങ്ങി നമ്മുടെ ഫാക്ടറിയിൽ കൊണ്ടുവന്ന് അത് ഇൻസ്റ്റാൾ ചെയ്താലല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അത് ആ മെഷീനറിയുടെ കോസ്റ്റുമായി കൂട്ടിയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ഓർ മേജർ റിപ്പയർസ് ദാറ്റ് എക്സ്റ്റെൻഡ് അസറ്റ് ലൈഫ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു റിപ്പയർസ് ഒക്കെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇത് നോക്കണം, മേജർ റിപ്പയർസ് ദാറ്റ് എക്സ്റ്റെൻഡ് അസറ്റ് ലൈഫ്. ഇവിടെ ഈ സെക്കൻഡ് ഹാൻഡ് വൺ നമ്മൾ വാങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് റിപ്പയർ ചെയ്ത് നമ്മൾ കുറെ കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു മേജർ റിപ്പയർ ആണ് നടക്കുന്നത്. അതുകൊണ്ട് അതിനെ എന്താക്കുന്നു? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എസ്പ്രിറ്റ് ഡി കോർപ്സ് മീൻസ് എ ബയർ ബിവേർ, C. B. Service is our motto. C. Union is strength. D. Post by behavior. എന്താണ്? ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അല്ലേ? നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാം കേട്ടോ. എന്താണ്? യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് പറയുന്നതാണ്. ഓക്കെ. Esprit de corps is a principle of management given by Henry Fayol which means team spirit or unity among employees. അതായത് ഹെൻറി ഫയോൾ കൊണ്ടുവന്ന ഒരു മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾ ആണ് എസ്പിരിറ്റ് ഡി കോർപ്സ്. അത് അർത്ഥമാക്കുന്നത് എന്താണ്? ടീം സ്പിരിറ്റ്, അതായത് ഒരു ടീം വർക്കിനെ ഇത് എംഫസൈസ് ചെയ്ത് കാണിക്കുന്നതാണ് ഈ വേർഡ്. ഓർ യൂണിറ്റി എമംഗ് എംപ്ലോയീസ് തമ്മിലുള്ള ഒരു യൂണിറ്റിയെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് വെച്ചാൽ യൂണിയൻ ഈസ് സ്ട്രെങ്ത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സെലക്ടിങ് വൺ ഫ്രം സെവറൽ ആൾട്ടർനേറ്റീവ് ഇസ് കോൾഡ്. അതായത് കുറെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അതിൽ നിന്ന് ഒന്നിനെ സെലക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്നത് പേരെന്താണെന്ന്. എ ഫോർകാസ്റ്റിംഗ്, ബി ഡിസിഷൻ മേക്കിംഗ്, സി പ്ലാനിങ്, ഡി ഡയറക്റ്റിംഗ്. ആലോചിച്ചാൽ മതി, ഏതായിരിക്കും? ഡിസിഷൻ മേക്കിംഗ് ആണ് കേട്ടോ. Forecasting means estimating future events or condition based on past data and present trends. ഈ ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിനെ, നമ്മൾ ഇപ്പൊ വെറുതെ പറയില്ല, നമ്മൾ ഫ്യൂച്ചറിനെ ഫോർകാസ്റ്റ് ചെയ്തു അല്ലേ? ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഇവന്റിനെയോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന കണ്ടീഷൻസിനെയോ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു. എങ്ങനെ? പാസ്റ്റിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു അല്ലേ? എന്താ ഇപ്പൊ നമ്മൾ പറയും മഴക്കാലം വരുമ്പോ മഴ വരുന്ന സമയമായി എന്ന് പറയുന്നത് എങ്ങനെയാ? പാസ്റ്റിലെ എക്സ്പീരിയൻസ് വെച്ചിട്ടല്ലേ? ഇത്ര ഇതില് മഴ വരും അല്ലേ? അതേപോലെ കൃഷി ഒക്കെ ആക്കുന്ന ആൾക്കാർ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചല്ലേ അവർ ഫോർകാസ്റ്റ് ചെയ്യുക. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ വെച്ചിട്ട്. അതേപോലെ പ്രസന്റ് ട്രെൻഡ്, ഇപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്നത്, അപ്പൊ ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്ന സാധനമാണ് ഫോർകാസ്റ്റിംഗ്. ഇറ്റ് ഹെൽപ്സ് മാനേജ്മെന്റ് പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റിസ്ക്. ഇത് മാനേജ്മെന്റിനെ ഭാവിയിലുള്ള ഓപ്പർച്യൂണിറ്റീസും അതേപോലെ റിസ്ക്കും ഐഡന്റിഫൈ ചെയ്യാൻ, പ്രെഡിക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാനേജ്മെന്റിനെ. എക്സാമ്പിൾ പറഞ്ഞാൽ എന്താ? ഫോർകാസ്റ്റിംഗ് സെയിൽസ് എത്ര നടക്കാം അല്ലെ? ഡിമാൻഡ് എങ്ങനെ ഉണ്ടാകാം, അതേപോലെ മാർക്കറ്റ് കണ്ടീഷൻസ് അല്ലെ? ഇതൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ predicting the future to aid
പ്ലാനിങ് ചെയ്യുമ്പോഴാണ് അല്ലെ നമ്മൾ ഫ്യൂച്ചറിനെ പ്രഡിക്റ്റ് ചെയ്ത് നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും. ഇപ്പൊ നമ്മുടെ എക്സാമിന് ഇന്ന ഡേറ്റിൽ എക്സാം വരും, ഇന്ന ക്വസ്റ്റ്യൻസ് ഇന്ന സിലബസ് ഒക്കെയാണ് വരുന്നത്, അതേപോലെ കോമ്പറ്റീഷൻ കൂടുതലാണ്, അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ഇന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പെർഫോമൻസ് കൂട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം അല്ലെ, പ്ലാൻ ചെയ്യാണ് പ്രിപ്പയർ ചെയ്യണം. അതാണ് പറയുന്നത് ഫോർകാസ്റ്റിംഗ്. അടുത്തത് ഡിസിഷൻ മേക്കിംഗ് is the process of choosing the best course of action among several alternatives. അതായത് നമുക്ക് ഒത്തിരിയേറെ എന്താ പറയുക ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്, ഒത്തിരി ഓപ്ഷൻസുകളുണ്ട്. ഇപ്പൊ നമുക്കൊരു എന്താ പറയുക ഐസ്ക്രീം കഴിക്കാം, കേക്ക് കഴിക്കാം, എന്തെങ്കിലും പല 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 കാര്യങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള അതായത് ബെസ്റ്റ് ആയ ഒരു കാര്യം നമ്മൾ ചൂസ് ചെയ്യുന്നു അല്ലെ. സെവറൽ ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ബെസ്റ്റ് ആയിട്ട് ഒരെണ്ണത്തിനെ ചൂസ് ചെയ്യുന്നതാണ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ആലോചിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സോൾവിങ് ബിസിനസ് പ്രോബ്ലംസ് ആൻഡ് അച്ചീവിങ് ഒബ്ജക്റ്റീവ്. ഇത് ബിസിനസ് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനും നമ്മുടെ ഒബ്ജക്റ്റീവുകളെ അച്ചീവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഡിസിഷൻ മേക്കിംഗ് അല്ലെ. നമ്മൾ നല്ല പ്രോപ്പർ രീതിയിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ, സെലക്ടിങ് എ ന്യൂ പ്രൊജക്ട് ഓർ പ്രൈസിംഗ് സ്ട്രാറ്റജി. നമ്മൾ ഒരു ന്യൂ പ്രൊജക്ട് എന്താ പറയുക സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ വെറുതെ പോയി ആ പ്രൊജക്ട് സെലക്ട് ചെയ്യണോ? അല്ല, അതിനെ നമ്മൾ ഇങ്ങനെ നോക്കി പല പല പ്രൊജക്ടുകൾ ഉണ്ടാകും. അപ്പൊ അതിൽ ഏറ്റവും പ്രോഫിറ്റബിൾ ഏതാ, ഏറ്റവും മിനിമം എന്താ പറയുക കോസ്റ്റ് കുറഞ്ഞ് മാക്സിമം റിട്ടേൺ കിട്ടുന്ന കാര്യങ്ങളല്ലേ നമ്മൾ നോക്കുക. അത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടാണ്, തീരുമാനിച്ചിട്ടാണ് നമ്മൾ അത് സെലക്ട് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞ ചൂസിങ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആഫ്റ്റർ ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ്സ്. നമ്മൾ വെറുതെ പോയി എടുക്കുകയല്ല, എല്ലാ ആൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം ബെസ്റ്റ് ഓപ്ഷനെ ചൂസ് ചെയ്യുന്നു. അതാണ് ഡിസിഷൻ മേക്കിംഗ്. അടുത്തത് പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു ആൻഡ് ഹൂ വിൽ ഡു ഇറ്റ്. എന്താ നമ്മൾ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്നതിന് മുൻപ് നമ്മൾ ഡിസൈഡ് ചെയ്ത് വെക്കുകയാണ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം അല്ലെ. ഇതൊക്കെ തീരുമാനിക്കുന്നതാണ് പ്ലാനിങ്. ഇറ്റ് സെറ്റ്സ് ഗോൾസ് ആൻഡ് ഔട്ട്ലൈൻസ് ദ സ്റ്റെപ്സ് ടു അച്ചീവ് ദം. പ്ലാനിങ്ങിലാണ് നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നു, പിന്നെ ആ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കുന്നു. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് അല്ലെ. മാനേജ്മെന്റ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നതും അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷനും ആണ് പ്ലാനിങ് ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല അല്ലെ. Planning bridges the gap between where we are and where we want to be. ഇത് ഓർക്കുക അല്ലെ. പ്ലാനിങ് ആണ് നമ്മളിപ്പോ എവിടെയാണ്, നമ്മൾ ഇനി എവിടെ എത്തണം അല്ലെ എന്നതിലേക്കൊരു ആ ഗ്യാപ്പിനെ നമ്മൾ ഫില്ല് ചെയ്യുന്നതാണ് പ്ലാനിങ്. നമുക്കിപ്പോ നിലവിൽ ജോലിയൊന്നുമില്ല, നമ്മളിങ്ങനെ പഠിക്കുന്നു ഇല്ലേ, നമ്മുടെ സിറ്റുവേഷൻ ഇതാണ്. ഭാവിയിൽ നമ്മൾ എവിടെ എത്താനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നു, പാസ്സാകുന്നു, ഇത് വരുന്നു, ജോലി കിട്ടുന്നു അല്ലെ. ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു കാര്യങ്ങള്. ഇന്ന പോലെ ഇത് പഠിക്കണം, ഇത്ര സമയം പഠിക്കണം, എക്സാം അറ്റൻഡ് ചെയ്യണം, ഇങ്ങനെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് നമ്മൾ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാം സെറ്റ് ആക്കുന്നു. ഇതാണ് പ്ലാനിങ്ങിൽ പറയുന്നത്. Directing involves guiding, supervising, motivating and leading employees to achieve organizational goals. എന്താണ് ഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള സൂപ്പർവിഷൻ കൊടുക്കുക, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക, അവർക്ക് ഗൈഡ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എംപ്ലോയീസിനെ ഗൈഡ് ചെയ്യുക. എന്തിനു വേണ്ടി, നമ്മുടെ ഓർഗനൈസേഷനെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. It ensures that plans are properly implemented through people. അല്ലെ. ഡയറക്റ്റിംഗ് നമ്മൾ സൂപ്പർവൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അല്ലെ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇൻ ഷോർട്ട്, ഡയറക്റ്റിംഗ് ടേൺസ് പ്ലാൻസ് ഇൻടു ആക്ഷൻ ത്രൂ ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഡയറക്റ്റിംഗിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്ഷൻ ഇടുന്നു. സൂപ്പർവിഷൻ, അതായത് എംപ്ലോയീസിന് പ്രോപ്പർ ലീഡർഷിപ്പ് മോട്ടിവേഷനും ഒക്കെ കൊടുക്കുന്നതിലൂടെ ആ എംപ്ലോയീസിനെ കൊണ്ട് നമ്മുടെ പ്ലാൻ എന്ത് ചെയ്യുന്നു, ആക്ഷൻ പ്ലാനിനെ പ്രാവർത്തികമാക്കി എടുക്കുന്നു. ഇതാണ് ഡയറക്റ്റിംഗിൽ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ വാട്ട് ഡസ് TQM സ്റ്റാൻഡ്സ് ഫോർ? എ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ബി, ടോട്ടൽ ക്വാളിറ്റി മെഷർമെന്റ്, സി, ടോട്ടൽ ക്വാണ്ടിറ്റി മാനേജ്മെന്റ്, ഡി, ടോട്ടൽ ക്വാണ്ടിറ്റി മെഷർമെന്റ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണല്ലേ, അത് നമുക്ക് മനസ്സിലാകുന്നില്ല അല്ലെ. അപ്പൊ എന്താണ് ഓപ്ഷൻ എ ആണ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. TQM നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു, എന്തായിരുന്നു, ഓവറോൾ ഇംപ്രൂവ്മെന്റ്, എല്ലാ കാര്യങ്ങളിലും ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുന്നതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ നോട്ട്സ് ഇടുന്നില്ല. ഇന്നലത്തെ ക്ലാസ്സിലാണ് നമ്മൾ TQM നെ കുറിച്ച് പറഞ്ഞത്, ഓർത്തിരിക്കുക. അതിന്റെ ഫുൾ ഫോം ആണ് എപ്പോഴും ചോദിക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിലും ഇങ്ങനെ തന്നെയായിരുന്നു, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഓക്കെ അല്ലേ?
സോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഡേ 5 വരെ നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള PYQ എല്ലാം തന്നെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നമ്മൾ എടുത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.